അപ്പോൾ ദുറൂസിലെ നമ്മുടെ മൂന്നാമത്തെ പാഠം വേഷം എന്നുള്ള പാഠമാണ്. മൂന്നാമത്തെ പാഠം വേഷം. നമ്മൾക്കറിയാം, നമ്മൾ ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേഷം ധരിക്കുന്നത്. അല്ലെങ്കിൽ വേഷം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നത്. സ്ത്രീകളുടെ വേഷവും പുരുഷന്മാരുടെ വേഷവും ഒരുപോലെയല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷവും പുരുഷന്മാരുടേതായ വേഷവും ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് വേഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ സഅലി ബിനു ഹൻലലിയ എന്നു പേരുള്ള ഒരു സഹാബി ദമസ്കസിൽ ജീവിച്ചിരുന്നു. സഅലി ബിനു ഹൻലലിയ സഹാബിയുടെ പേര് ഓർത്തു വെക്കുക. എവിടെയാണ് ജീവിച്ചിരുന്നത്? ദമസ്കസിൽ. ഒരിക്കൽ അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു. ആര് പറഞ്ഞത്? സഅലി ബിനു ഹൻലലിയ റളിയല്ലാഹു അൻഹ കൂടെയുള്ളവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഹുറൈമുൽ അസദി ഒരു നല്ല മനുഷ്യനാണ്. എന്നാൽ മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം സഅലി ബിനു ഹൻലലിയ റളിയല്ലാഹു അൻഹ അവരുടെ കൂടെയുള്ളവരോട് പറയുകയാണ്. എന്ത്? ഒരിക്കൽ ഹുറൈമുൽ അസദി എന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കി ധരിക്കുകയും ചെയ്തിരുന്നു. ആ ശീലം അദ്ദേഹം മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു എന്നാണ് ഹൻലലിയ പറയുന്നത്. ഇത് കേട്ട സ്വഹാബികളിൽ ചിലർ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ആരെയാണ് അറിയിച്ചത്? ഹുറൈമുൽ അസദിയെ അറിയിച്ചു. ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ആ ഒരു സഹാബിയുടെ വേഷം? ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കി ധരിച്ചിരുന്നു. പിന്നെയോ മുടി നീട്ടി വളർത്തുകയും ചെയ്തിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് ആര് ഒഴിവാക്കി? നമ്മുടെ ഹുറൈമുൽ അസദി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം എന്ത് ചെയ്യണം? വേഷവിധാനത്തിലും ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം വേഷവിധാനത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലും നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷ്മത പുലർത്താനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? ഇവിടെ നോക്കൂ. വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം? വസ്ത്രം ഔറത്ത് മറയുന്നത് ആവണം. വസ്ത്രം ഔറത്ത് മറയുന്ന രീതിയിലായിരിക്കണം. പിന്നെയോ വൃത്തിയുള്ളതാവണം. അലക്കി ഉപയോഗിക്കുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങളെ നമ്മൾ വീണ്ടും ധരിക്കാൻ പാടില്ല. പിന്നെയോ ദുർമാർഗികളെ അനുകരിക്കരുത്. സ്ത്രീ തലമുടി കളയരുത്. പുരുഷൻ തലമുടി പിരടി വിട്ട് നീട്ടരുത്. ക്രോപ്പ് ചെയ്യരുത്. തലമുടി പിരടി വിട്ട് നീട്ടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയുടെ ബേക്കിൽ കഴുത്തിന്റെ താഴേക്ക് ഇറക്കി സ്ത്രീകളെ പോലെ മുടി നീട്ടി വളർത്തരുത് എന്നാണ് പറയുന്നത്. അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാക്കുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. നമ്മൾ ടൈറ്റാക്കിയിട്ട് ഇടില്ലേ, അങ്ങനെ ഇടരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. ഇതൊക്കെ നമ്മൾ വേഷത്തിൽ ശ്രദ്ധിക്കണം. പുരുഷൻ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. എന്തൊക്കെയാണ് പുരുഷൻ ധരിക്കാതിരിക്കേണ്ടത്? പട്ട്, സ്വർണം, വെള്ളി. പക്ഷെ പുരുഷന് ധരിക്കാം. എന്ത്? ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. അപ്പോൾ വേഷത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ള പോയിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെയോ ഇതാണ് പ്രധാനപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില വിഭാഗം ആളുകളെ ശപിച്ചിട്ടുണ്ട്. ഏത് വിഭാഗം ആളുകളെയാണ് ശപിച്ചിട്ടുള്ളത്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനും. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത്
പുരുഷന്റെ വസ്ത്രമാണ് എന്ത്? പാൻറ്റും ഷർട്ടും. മുണ്ടും ഷർട്ടും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് അല്ലേ? അതെന്ത് ചെയ്യാൻ പാടില്ല? സ്ത്രീകൾ ധരിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വേഷമായ പർദ്ദ, ചുരിദാർ അങ്ങനെയുള്ള വേഷങ്ങൾ പുരുഷന്മാരും ധരിക്കാൻ പാടില്ല. അങ്ങനെ ധരിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ചോദ്യം എന്താണ്? നമ്മുടെ വസ്ത്രത്തിനെ പറ്റിയാണ് അല്ലെ? വേഷം എങ്ങനെയുള്ളതായിരിക്കണം, പിന്നെ ഈ 2 സഹാബികളുടെ പേര്, പിന്നെ വസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ഉത്തരം പറയാം. ഹുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ 2 ശീലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉടുമുണ്ട് ഞെരിയാണിയിൽ താഴ്ത്തി ഉടുക്കുന്നതും മുടി നീട്ടി വളർത്തുന്നതും. തന്റെ വേഷത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൃപ്തി പ്രകടിപ്പിച്ചത് അറിഞ്ഞപ്പോൾ ഹുറൈം റളിയല്ലാഹു അൻഹ ചെയ്തത് എന്തായിരുന്നു ചെയ്തത്? മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വേഷവിധാനം എന്താണ്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഇനി പ്രയോഗിക്കാം. രണ്ടാമത്തെ പ്രവർത്തനം. ജുമുഅക്ക് ധരിക്കാനായി എനിക്കൊരു പ്രത്യേക വസ്ത്രം ഉണ്ടായിരിക്കും. അന്വേഷിക്കാം. വെള്ള വസ്ത്രങ്ങളുടെ ഗുണങ്ങളും പ്രാധാന്യങ്ങളും ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തി സ്വയം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച കാര്യം, പിന്നെയോ ഉറൈമുൽ അസദിയിൽ നിന്ന് ഉണ്ടായ കാര്യം, അവർ എങ്ങനെയാണ് ആ ഒരു തെറ്റ് തിരുത്തിയത് എന്നുള്ളതാണ്. പിന്നെ ആരാണ് ഈ ഒരു കാര്യം പറയുന്നത്? സഹൽ ഇബ്നു ഹൻദലിയ എന്ന പേരുള്ള ഒരു സഹാബി. എവിടെയാണ് ജീവിച്ചിരുന്നത്? ദമസ്കസിലാണ് ജീവിച്ചത്. പിന്നെ നമ്മുടെ വസ്ത്രം എങ്ങനെയുള്ളതാണ്? ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം, ദുർമാർഗികളെ അനുകരിക്കരുത്, സ്ത്രീ തലമുടി കളയരുത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം.